ശൂറ കൂടുക എന്നുള്ളത്. അത് കേവലം ഏതെങ്കിലും ഒരു സംഘടനയുടെ കാര്യത്തിൽ മാത്രമല്ല, അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ അതിനൊരു സമയം കണ്ടെത്തണം. പലപ്പോഴും അതില്ലാതിരിക്കാനുള്ള കാരണം വാപ്പ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യും, എന്നിട്ട് അതിൽ ചിലതൊക്കെ വിജയിക്കും, ചിലതൊക്കെ പരാജയപ്പെടും. പരാജയപ്പെടുന്ന സമയത്ത് ആ മക്കളുമായിട്ട് ചർച്ച ചെയ്യണത് അത് ശരിയല്ല പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ മകൻ എന്ന നിലക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യും, എന്നിട്ട് അത് പരാജയപ്പെടുന്ന സമയത്ത് നമ്മുടെ മാതാവിനോടോ പിതാവിനോടോ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശരിക്ക് കൂടിയാലോചന. നിങ്ങളുടെ ഭാര്യയോട് അഭിപ്രായം ചോദിക്കണം. അഭിപ്രായം ചോദിക്കണം എന്നാ. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മൾ പറയും ഇന്റെ ബിസിനസ്സുമായിട്ട് ഓൾക്കൊന്നും അറിയൂല, ഓൾക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയോ? ഞാനല്ലേ കുറച്ചൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആള്, അവൾക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാനാ? എന്നാ നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് ശൂറ കൂടും, അഭിപ്രായം അന്വേഷിക്കും, ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ നിന്ന് വഹ്യ് ലഭിക്കുന്ന പ്രവാചകനാ. അങ്ങനെയുള്ള പ്രവാചകൻ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന് ഏകദേശം 6 വർഷത്തോളം മദീനത്ത് നിന്നിട്ട് പിന്നെ അവർ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മക്കക്കാര് തടുക്കണം. അവർ പറഞ്ഞു നിങ്ങൾ വരാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് കയറ്റൂല, ഞങ്ങൾ യുദ്ധം ചെയ്യും. മുസ്ലിമീങ്ങൾ ഒരിക്കലും യുദ്ധക്കൊതിയന്മാരല്ല. അവർ പറഞ്ഞു ഞങ്ങള് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നേ, വേറൊന്നുമില്ല, ഞങ്ങളുടെ സ്വയരക്ഷയ്ക്കുള്ള വാളല്ലാതെ വേറൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. സാധാരണ അറബികളുടെ കയ്യിൽ യാത്ര പോകുമ്പോൾ ഒരു വാളുണ്ടാകും, അത് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, അതല്ലാതെ വേറൊന്നുമില്ല. അപ്പോഴും അവർ പ്രശ്നം ഉണ്ടാക്കി. അവസാനം അവിടെ ഒരു സന്ധിയിലേക്ക് എത്തി. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന സന്ധിയാണ്. നിങ്ങളിപ്പോ തിരിച്ചു പോകണം, നിങ്ങൾ അടുത്ത കൊല്ലം വന്നിട്ട് ഉംറ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സന്ധികൾ ഉണ്ടായിരുന്നു, അതിൽ ചില കരാറുകൾ ഉണ്ടായിരുന്നു. ആ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പിന്നീടുള്ള ചരിത്രത്തിൽ പ്രവാചകന്റെ കൂടെ അന്നുണ്ടായിരുന്നത് പ്രവാചകന്റെ ഭാര്യയായിട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയായിരുന്നു. അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക, കൂടിയാലോചന നടത്തുക. ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടാ. പക്ഷെ അവിടെ പോലും ഭാര്യയോട് അഭിപ്രായം ചോദിക്കുക. അപ്പൊ പിന്നെ വീടിന്റെ കാര്യത്തിലോ എത്രത്തോളം വലിയ അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ട്. മകൾക്കൊരു കല്യാണാലോചന വരുമ്പോ വാപ്പ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നു. ആ ഉമ്മക്കൊരു അഭിപ്രായം പോലും പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്ന ആ ഒരു അനാനിയത്ത്, ഞാൻ എന്ന ഭാവം, ഏകാധിപത്യത്തിന്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കണം. അത് ഉണ്ടെങ്കിൽ ഒരു സമാധാനം വീട്ടിലുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ ഇങ്ങനെ തീരുമാനിക്കാണ്, മക്കൾ ഇങ്ങനെ കുറച്ചൊക്കെ അനുസരിക്കും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് അവർ വാപ്പയുടെ ആ ഒരു വലുപ്പത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വന്തമായി ചില കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ വാപ്പ അതിനെതിരെ നിൽക്കുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിൽ ഒരു കൂടിയാലോചനക്ക് നമ്മൾ സമയം കണ്ടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ സ്വഹാബിമാര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുന്നത് പോലെ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. വഹ്യ് ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യത്തിലും കൂടിയാലോചന നടത്തുക, എല്ലാത്തിലും കൂടിയാലോചന നടത്തുക. അത് ആ ബദർ യുദ്ധത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ തവണ പ്രവാചകന്റെ ശൂറ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുക, ആദ്യം അവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കച്ചവട സംഘം പോണ്ട്, നമുക്ക് ഇറങ്ങാൻ അള്ളാന്റെ അനുവാദം, നമുക്കെന്നാ പോവല്ലേ? അഭിപ്രായമാണ്. അങ്ങനെ സ്വഹാബിമാരിറങ്ങി. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് കച്ചവട സംഘം പോയിട്ടുണ്ട്, മറ്റേ സൈന്യം വരുന്നുണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അഭിപ്രായം ചോദിക്കുക, എന്താ ചെയ്യണ്ടേ? നമ്മളെ കച്ചവട സംഘം നോക്കി പോണോ, അതല്ല ഈ ഒരു വലിയ സൈന്യത്തിനെ നോക്കണോ? ശൂറ കൂടാണ്. അത് കഴിഞ്ഞ് അവർ പുറപ്പെട്ടു. അവർ പുറപ്പെട്ടതിന് ശേഷം ഒരു സ്ഥലത്ത് അവർ തമ്പടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അവിടെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിപ്രായം അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഹബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ വേണ്ട, നമുക്ക് കുറച്ചപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഞാനാണ് നബി, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ നിൽക്കണം. ഇല്ല, അഭിപ്രായം ചോദിച്ചു, അഭിപ്രായം പറഞ്ഞു, അവിടെ സ്വീകരിച്ചു. ഉത്തമം അതാണെന്ന് മനസ്സിലായി.
ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ തലേ ദിവസം ഉണ്ടാകുന്ന ചർച്ചയിൽ എന്തിനേറെ യുദ്ധം കഴിഞ്ഞിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ബന്ദികളായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ചാൽ ആ സ്വഹാബിമാരാരും തന്നെ എതിര് നിൽക്കൂല, 100% ഉറപ്പാണ്. പക്ഷെ എന്നിട്ടും അഭിപ്രായം ചോദിക്കുക. എത്രത്തോളം അറിയോ? ബദർ യുദ്ധത്തിൽ പ്രവാചകനെതിരെ യുദ്ധം ചെയ്ത ആളാണ് പ്രവാചകന്റെ മരുമകൻ, നബിയുടെ മൂത്ത മകളായ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ് ബിൻ റബീഅ. യുദ്ധബന്ദിയായിട്ട് അബുൽ ആസിനെ പിടിച്ചു. ആ അബുൽ ആസിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഇവിടെ കെട്ടിവെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോ അബുൽ ആസ് ബിൻ റബീഅ നൽകുന്നത് തന്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാലയായിരുന്നു. അതായത് സൈനബിന്റെ കയ്യിലുണ്ടായിരുന്ന മാല കൊടുത്തിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്. ആ മാലയാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൈകളിലായിരുന്നു. അത് കണ്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വിഷമം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മീറ്റിംഗ് വിളിക്കുക, വീണ്ടും സഹാബത്തിനെ കൂടിയിരുത്തുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ചോദിക്കാണ്, ഈ അബുൽ ആസ് ബിൻ റബീനെ ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്യട്ടെ? അഭിപ്രായം ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ച പ്രിയപ്പെട്ടവർ അവിടെ ഒരാളും എതിര് പറയൂല. പക്ഷെ എന്നിട്ട് പോലും ഒരു ലീഡറിന്റെ ക്വാളിറ്റിയാണ്, ഒരു വീട്ടിലെ ഉടമസ്ഥന്റെ ക്വാളിറ്റിയാണ്, ഒരു രക്ഷിതാവിന്റെ ക്വാളിറ്റിയാണ് അഭിപ്രായങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനിക്കുക എന്നുള്ളത്. ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഉപ്പരോട് അഭിപ്രായം ചോദിക്കണം, ഉമ്മാനോട് ചോദിക്കണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായും ആ വീട്ടിലൊരു സമാധാനം. കാരണം എല്ലാ അർത്ഥത്തിലും അവര് അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, അൽ മുശാവറ, കൂടിയാലോചന എന്നുള്ളത് ഹിസ്നും മിനൻ നദാമ, അത് നടത്തുക എന്നുള്ളത് ഖേദത്തിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നതാണ്. വ അംനും അനിൽ മലാമ, തീർച്ചയായും ഭയത്തിൽ നിന്ന് നിർഭയത്വം ലഭിക്കുന്നതുമാണ്. അഥവാ ഒരാള് കൂടിയാലോചന നടത്തുകയാണെങ്കിൽ എനിക്ക് വലിയ പേടി ഉണ്ടാവില്ല. കാരണം ഓൻ ഒറ്റക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വരും. എന്നാൽ കൂടിയാലോചന നടത്തി എല്ലാവരും കൂടി ഉറപ്പിച്ച് തീരുമാനിച്ചതാണ്, എന്നിട്ട് പ്രശ്നം ഉണ്ടായി, എന്നാൽ ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. കാരണം എല്ലാവരോടും ഷൂറ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ ഏകാധിപത്യം എന്നുള്ള സ്വഭാവം നമ്മൾ ഒഴിവാക്കുകയും നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഉമ്മയോട്, ഉപ്പയോട് എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. വീട്ടിലൊരു കാര്യം നടത്തുകയാണ്, ഒരു പൈപ്പ് മാറ്റുകയാണ്, അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് ഇറക്കിയെടുക്കുകയാണ്, ഒരു റൂം കൂടി കൂട്ടിയെടുക്കുകയാണ്, എന്നാൽ അവിടെയൊക്കെ അഭിപ്രായം ചോദിക്കുക, എന്താ ചെയ്യണ്ടേ? അതെല്ലാവരും ചിലപ്പോൾ സ്വീകരിക്കാൻ കഴിയൂല. അതിൽ ഏറ്റവും നല്ലത് എന്താണോ അത് സ്വീകരിക്കുക. അതിലൊരിക്കലും ഒരു മടിയും വേണ്ട. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. നമ്മുടെ നാട്ടിലൊരു സംസ്കാരം ഉള്ളത്, വീട്ടിൽ ഭക്ഷണം ആയി കഴിഞ്ഞാൽ ആദ്യം കുട്ടികൾ കുറച്ച് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് വീട്ടിലുള്ള സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത്. ഇത് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുലു ജമീഅ, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. വല തഫറഖു, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ട് നിങ്ങൾ പോകരുത്. ഫഇന്നൽ ബറകത മഅൽ ജമാഅ, തീർച്ചയായും ബറക്കത്ത് എന്നുള്ളത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലാണ്. കേവലം ഒരു ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു സുന്നത്ത് പഠിപ്പിച്ചു തരാം. ഒരു ബറക്കത്ത്, നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നുണ്ട്, വീട്ടിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ജോലിക്ക് പോകുന്ന ആളുകളുടെ വിഷയം, അവർ വീട്ടിലെത്തുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില സഹാബിമാര് കടന്നു വരിക. എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല, എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഫലഅല്ലകും തഅകുലുന മുതഫരിഖീൻ, അല്ല നിങ്ങൾ ഒറ്റക്കൊറ്റക്കാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കണത്? അവര് പറഞ്ഞു, നഅം, അതേ പ്രവാചകരെ, ഞങ്ങൾ ഒറ്റക്ക കഴിക്കണത്, ഒറ്റക്കൊറ്റക്ക് കഴിക്കണം.
ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫജ്തമിഉ അലാ തുആമിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഒരുമിക്കണം. വദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിന്റെ പേര് നിങ്ങൾ പറയണം. യുബാരിക് ലക്കും ഫീ, എന്നാൽ തീർച്ചയായും അതിൽ നിങ്ങൾക്കൊരു ബറക്കത്ത് ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് കൂടിയാണ് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം മനസ്സിലാക്കണം. അന്യരായിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ വരുമ്പോ അവിടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും, സ്ത്രീകളെല്ലാവരും അവിടെ വന്നിരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ സമയത്ത് ചിലപ്പോൾ 2 ഭാഗങ്ങളായി മാറ്റി വെക്കേണ്ടി വരും. പുരുഷന്മാര് വേറെ ഭാഗത്തും സ്ത്രീകൾ വേറെ ഭാഗത്തുമാകേണ്ടി വരും. കാരണം അത് ഇസ്ലാം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഇസ്ലാം അങ്ങനെയാ പഠിപ്പിക്കുന്നത്, അല്ലാതെ അന്യ പുരുഷന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നല്ല. ഇവിടെ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അന്യര് വരൂലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാകുക നമ്മുടെ ഭാര്യ ഉണ്ടാകും, ഉമ്മ ഉണ്ടാകും, ഉപ്പ ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും. ഇത്രയാണ് കാര്യമായിട്ടുണ്ടാവുക. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ മാത്രമേ വേറുള്ള ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുമായിട്ട് നമ്മുടെ ഭാര്യയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകും, നമുക്കിരിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകും. എങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. അതിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, മദ്യപാനവും പുകവലിയും നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മദ്യപാനത്തിന്റെ വിഷയം പറയേണ്ടതില്ല, നമ്മൾ ആരും തന്നെ അതിന്റെ ഭാഗത്തു പോലും അടുക്കാറില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പുകവലിയുടെ വിഷയം 5 വക്ത് നമസ്കരിക്കുന്ന ആളുകൾ വരെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇപ്പൊ അതിൽ തെറ്റെന്നാ പല ആളുകളും ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മതപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പിഴവുകൾ അതിൽ കാണാൻ പറ്റും, ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, പുകവലി എന്നുള്ളത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നത് അതാർക്കും അറിയാത്തെ, ഏതൊരാൾക്കും അറിയാൻ പറ്റും. ആ സിഗരറ്റിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സിഗരറ്റ് വലി എന്നുള്ളത് ശരീരത്തിന് ഹാനികരമാണ്. അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ക്യാൻസറിന്, അർബുദത്തിന് കാരണമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചിത്രം വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത്. എന്താ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത്, നിങ്ങളെ തന്നെ കൊല്ലരുത്. ഒരു മനുഷ്യൻ മദ്യപിക്കുന്നതിലൂടെ, പുകവലിക്കുന്നതിലൂടെ സ്വന്തത്തെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ സ്വന്തം അയാൾ നശിപ്പിക്കുന്നു. അത് മാത്രമല്ല, ഒരുപാട് രോഗങ്ങൾക്ക് അയാൾ കാരണക്കാരനായി മാറുന്നുണ്ട്. ഇതാർക്കും അറിയാത്ത, ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇതൊക്കെ പറയുന്ന ഡോക്ടർമാരെന്നെ വലിക്കുന്നുണ്ടല്ലോ. അവര് വലിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന ന്യായം പോലെ അവരും പറയുന്നു. പക്ഷേ അവർക്കും അറിയാം ചെയ്യുന്നത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് അവർ നമ്മളോട് പറയണത്, ഒരു ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലണ സമയത്ത്, ഒരു ഓപ്പറേഷൻ തീരുമാനിക്കുന്ന സമയത്ത്, ആ ഓപ്പറേഷൻ കഴിയുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സിഗരറ്റ് വലിക്കാൻ പാടില്ല പറയുന്നില്ലേ. ഇത് സാന്ദർഭികമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ട, ഒരു സിഗരറ്റ് ഒരാൾ വലിക്കാന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ്സിൽ നിന്ന് 10 മിനിറ്റ് നഷ്ടപ്പെടാണ്. 10 മിനിറ്റ് മുമ്പിലേക്ക് അവന്റെ മരണം വരും. ഒരു ദിവസം 5 സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ 50 മിനിറ്റാണ് അവന്റെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഓരോ ദിവസവും എത്ര സിഗരറ്റുകളാണ് പല ആളുകളും വലിച്ചുവിടുന്നത്. ഈ ദുനിയാവിലും കുറ്റമുള്ള കാര്യം, പരലോകത്ത് അള്ളാന്റെ അടുക്കൽ ശിക്ഷയുള്ള കാര്യം. ഇതില്ല എന്ന് പറയാൻ പറ്റും നമുക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം കേട്ടോ, ഹറാം ഉപയോഗിക്കുന്നവനും അള്ളാഹും തമ്മിലൊരു കരാറുണ്ട്. ഹറാം ഉപയോഗിക്കുന്നവരും അള്ളാഹും തമ്മിലൊരു കരാർ. സഹാബിമാര് ചോദിക്കുക, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ തീനത്തുൽ ഖബാൽ അള്ളാഹു കുടിപ്പിക്കും. തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. അപ്പൊ സഹാബിമാര് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ എന്താ ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകക്കാരുടെ മുറിവിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലം അല്ലെങ്കിൽ രക്തം, അത് കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അവന് ആ ചുണ്ടുകൊണ്ട് സ്വർഗത്തിലെ പാനീയങ്ങൾ കുടിക്കാൻ പറ്റൂല എന്നല്ലേ എന്റെ അർത്ഥം. സ്വന്തം ശരീരത്തെ നശിപ്പിക്കാണ്.
സ്വന്തം ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുണ്ട്, അതിനെ നശിപ്പിക്കുന്നുണ്ട്. ബാഹ്യമായ അവസ്ഥയിൽ കറുത്ത ചുണ്ടുകളുമായിക്കൊണ്ട് കറപിടിച്ച പല്ലുകളുമായിക്കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകൾ. എന്തെല്ലാം ന്യായങ്ങളാ പ്രിയപ്പെട്ടവരെ അവർ പറയുന്നത്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നശിപ്പിക്കുന്നില്ലേ? ഒരു സിഗരറ്റ് പാക്ക് അയാൾ വാങ്ങുമ്പോൾ മിനിമം ഒരു 50 രൂപയാണെന്ന് വിചാരിക്കും. ആ 50 രൂപ ഒരു ദിവസം അവന് കടയുമ്പോ നമ്മൾ ആരെങ്കിലും ഒരു 50 രൂപ അങ്ങനെ ചുരുട്ടിയിട്ട് അത് വലിക്കുവോ, അത് കത്തിക്കോ? സത്യത്തിൽ അതിന് തുല്യമല്ലേ അത്? അതിന് തുല്യമല്ലേ നമ്മൾ 50 രൂപ വെറുതെ കൊണ്ടേ കളയാം? നമുക്കതിന് ലഹരിയുണ്ട് എന്നാണെങ്കിൽ ആ ലഹരി തന്നെയാണ് ഇസ്ലാം പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതൊക്കെ ഹറാമാണ്, നിഷിദ്ധമായ കാര്യമാണ്. ഇനി അത് മാത്രമാണോ? ഒരാള് മദ്യപിക്കുന്ന സമയത്ത് അയാൾക്ക് മാത്രമല്ല പ്രശ്നം, അയാൾ എത്രയാണോ വലിക്കുന്നത് അതേപോലെയോ അതിന് തുല്യമായിക്കൊണ്ടോ അയാൾ വലിച്ചു വിടുന്ന ആ ഒരു പുക ശ്വസിക്കുന്ന ആളുകൾക്കുണ്ട്. കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ, അതേപോലെ തന്നെ നിക്കോട്ടിൻ പോലുള്ള രാസവസ്തുക്കൾ, ഇതൊക്കെ അവന്റെ ശരീരത്തിലാണ്. അയാൾ തിരിച്ചു വിടുന്ന സമയത്ത്, നിശ്വസിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്കും പ്രയാസകരമാകുന്നു. നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ക്യാൻസർ ആകാനുള്ള കാരണം വീട്ടിൽ പുകവലിക്കുന്ന ആളുണ്ടായാൽ മതി, അയാൾ ചുംബിച്ചാൽ മതി. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാം, അറിയുന്ന ആളുകളോട് അന്വേഷിക്കാം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളും നമ്മൾ വിട്ടേ പറ്റൂ. നമ്മളതിനെ നിസ്സാരമാക്കിയിട്ട് കാര്യമില്ല. സിഗരറ്റ് വലിക്കലും അതുപോലെ തന്നെ അത് വിൽക്കൽ വരെ സലഫി ഉലമാക്കളിൽ കാണാൻ പറ്റും. വിൽക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹറാമാണെന്ന് വ്യക്തമായി ഉറപ്പുള്ള കാര്യം. മദ്യം വിൽക്കാൻ പാടുണ്ടോ? നമുക്ക് പറയും ചെറിയൊരു ലാഭമൊക്കെ കിട്ടണല്ലേ. എന്നാ പ്രിയപ്പെട്ട സഹോദര, നീ അത് ഒഴിവാക്കിയാൽ നിനക്ക് വലിയ ലാഭം അല്ല തരും. നിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകുന്നത് റബ്ബല്ലേ, അതിൽ ലാഭവും നഷ്ടവും തരുന്നത് പടച്ചോനല്ലേ. എന്നാൽ ആ റബ്ബ് നമ്മളോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ അതുണ്ട് ഒഴിവാക്കുക. അതിൽ പ്രിയപ്പെട്ടവരെ ഖൈർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ലാഭയിലുണ്ടോ? ശരിക്കും അത് ഉപയോഗിക്കുന്ന ആളുകളോടാണ് പറയണത്, നിസ്സാരമാക്കുന്നവരോടാണ് പറയണത്. എന്തെങ്കിലും ഒരു ലാഭം ഒന്നുമില്ല. നമ്മുടെ ശരീരം നശിക്കുന്നു, സമ്പത്ത് നശിക്കുന്നു, കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. എത്രത്തോളം നമസ്കരിക്കുന്ന സമയത്ത് സിഗരറ്റ് വലിച്ചു വന്ന ഒരാൾ സഫിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് വരെ പ്രയാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉള്ളി തിന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന്. എന്തേ? ഉള്ളി തിന്നു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ശ്വാസം വിടുന്ന സമയത്ത് ഒരു ദുർഗന്ധം വരും. ആ ദുർഗന്ധം നിസ്കരിക്കുന്നവന് പ്രയാസാകുന്ന. അപ്പൊ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല എന്നൊക്കെ വെറുതെ പറയാട്ടോ. ചില ആളുകളൊക്കെ പറയാം അതൊന്നും കഴിയൂല, പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങോട്ട് തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞ് ന്യായം പറയുന്നവരോടാ. റമദാൻ വരുമ്പോ നമ്മൾ നിയന്ത്രിക്കണില്ലേ? റമദാനിന്റെ ദിവസങ്ങളിൽ പകലുകളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അതിന്റെ രാവുകളും നിയന്ത്രിക്കാൻ പറ്റും. റമദാനിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെന്താന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ കൂടാണ്. പ്രിയപ്പെട്ടവരെ, ആ ടെൻഷൻ ഒഴിവാക്കാനാണ് ഇസ്ലാം പറയണത്. നിങ്ങൾ അത് വലിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ടെൻഷൻ നഷ്ടപ്പെടുന്നില്ല. മദ്യപിക്കുന്നവര് പറയാനുള്ളത് എന്താ? മദ്യപാനിക്ക് പറയാനുള്ളത് തന്നെയല്ലേ. ഞങ്ങൾക്ക് വല്ലാതെ ടെൻഷൻ വന്നപ്പോ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടൊന്ന് കുടിച്ചു. അതല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണോ പരിഹാരം? ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഹറാമിലൂടെ നീങ്ങുക എന്നുള്ളതാണോ പരിഹാരം? ഒരിക്കലും അതല്ല എന്നതുകൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലെ ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഗീതവും സിനിമകളും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റണം. ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിൽ ഒരു തെറ്റായി തോന്നാത്ത ഒരവസ്ഥയിലേക്ക് സംഗീതം എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു തെറ്റാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക്. എത്രത്തോളം എന്നാൽ സിനിമകളിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയ സ്റ്റാറ്റസ് ആയി ആളുകൾ കാണുന്നു. അഭിനയത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി റീലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ യുവതലമുറ. അത് യുവാക്കൾ മാത്രമല്ല കേട്ടോ, പ്രായം ചെന്നവർ വരെ അവരുടെ ഫോണിൽ എങ്ങനെയൊക്കെ റീച്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തോന്നിവാസം പറയാനും എന്ത് തോന്നിവാസം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത, ലജ്ജയില്ലാത്തൊരു സമൂഹമായി മാറി. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. എന്നിട്ട് എന്താ കിട്ടല്ലേ? ഇതൊക്കെ ചെയ്തിട്ട് എന്താ കിട്ടല്ലേ?
ഒരു സിനിമയിൽ അഭിനയിച്ചു, എന്താ നമുക്ക് നേട്ടം? എല്ലാവരും പറയും സിനിമ നടനാണെന്ന് പറയും, അല്ലെങ്കിൽ അയാൾക്ക് വലിയ ആരാധകരുണ്ടെന്ന് പറയും. എന്നിട്ട് എന്ത് നേടും നമ്മൾ? ഈ കഴിഞ്ഞുപോയ മാസങ്ങളിൽ മരണപ്പെട്ടുപോയ സിനിമാ നടന്മാർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനം. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല പറയുന്നത്. അവർ മരിക്കണ സമയത്ത് കുറെ ആളുകൾ ഇങ്ങനെ വരും, കുറെ ആളുകൾ ഇങ്ങനെ പറയും നല്ല സിനിമയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ജീവിതത്തിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ശരിക്ക് ഏതാ നമ്മുടെ ജീവിതം? ഈ ലോകം മാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് സിനിമ നിർമ്മിക്കാം, സിനിമ സംവിധാനം ചെയ്യാം, അതിൽ അഭിനയിക്കാം, എല്ലാം ചെയ്യാം, ഒരു പ്രശ്നമല്ല. എല്ലാ ഹറാമും നമുക്ക് അനുവദനീയമാകും. ഈ ലോകത്തോടുകൂടി ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ. പക്ഷെ അതാണോ നമ്മളോട് പറഞ്ഞ്? അതല്ലല്ലോ നമ്മളോട് പറഞ്ഞിരിക്കണേ. ഈ ഇരിക്കുന്നവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇന്നു മുതൽ നമുക്ക് പരലോക ജീവിതം ഉണ്ടെന്നുള്ളത്, ഖബറിൽ ജീവിതം ഉണ്ടെന്നുള്ളത്, ബർസഖിയായ ലോകമുണ്ടെന്നുള്ളത്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് നന്മ തിന്മകൾ അത് തീരുമാനിക്കുമെന്നുള്ളത് അറിയാത്തവരാണോ നമ്മൾ? നമുക്കെല്ലാവർക്കും അറിയാം. 2.5 മണിക്കൂർ നേരം സിനിമ കാണുമ്പോൾ ആ സിനിമ കണ്ട് മരിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ കൂടുതൽ ആയത്തും ഹദീസും ഓതുന്നില്ല. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കെ, പാട്ട് കേട്ടുകൊണ്ടിരിക്കെ നമ്മൾ മരിച്ചു പോകുമ്പോ, സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കെ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മൾ എവിടെയാണ് ഉണ്ടാവുക? ഒന്നുകിൽ അത് സ്വർഗത്തിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ളതാണ്. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്ന സിനിമകൾ അത് കണ്ടുകൊണ്ടിരിക്കെ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം എന്ന് പറയാൻ പറ്റുമോ? ഈ ഇരുത്തത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കെ മരിച്ചു പോകുക, നമസ്കരിച്ചുകൊണ്ടിരിക്കെ മരിച്ചു പോകുക, സുജൂദിലായിരിക്കെ മരിച്ചു പോകുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചു പോകുക നല്ല മരണമാണ്. അള്ളാഹു നമുക്കെല്ലാം നല്ല മരണം നൽകുമാറാവട്ടെ. എന്നാ പ്രിയപ്പെട്ടവരെ, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചു പോയാൽ എന്താ അവസ്ഥ? കള്ളു കുടിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചു പോയാലുള്ള അവസ്ഥ എന്താ? അതൊന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നൊരു വാചകമുണ്ട്. ഇതൊക്കെ ഈ വിനോദ വാർത്തകളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം എന്താണെന്നറിയോ? വമിനന്നാസി മയ്യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബും മുഹീൻ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത വിനോദ വാർത്തകൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ. അള്ളാഹുവിന്റെ വാർത്തകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ നിന്ന് പരിഹാസ്യത്തോടുകൂടി വിട്ടുനിൽക്കുന്ന ആളുകൾ, പരിഹാസ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക ലഹും അദാബും മുഹീൻ. തീർച്ചയായും അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. അപമാനകരമായ ശിക്ഷ ഉണ്ട്. ആരുടെ കാര്യത്തിലാണ് പറയുന്നത്? ഈ വിനോദ വാർത്തകൾ വില കൊടുത്തു വാങ്ങുന്ന പറയുമ്പോൾ എന്താ ഈ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ? വിനോദ വാർത്ത എന്താണെന്നറിയോ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംഗീതമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞിട്ട് പറയാണ്, ഈ ആയത്തിൽ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ സംഗീതമല്ലാതെ മറ്റൊന്നുമല്ല. ഞാനിത് പറയുമ്പോ സംഗീതം എന്ന് എടുത്തു പറയാ, കേവലം പാട്ടല്ല. ഒരാൾക്ക് പാട്ട് പാടാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. സഹാബിമാരിൽ പല ആളുകളും പാട്ടുകാരന്മാരുണ്ട്, കവിത ചൊല്ലിയ സഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നല്ല കവികൾ ഉണ്ടായിരുന്നു സഹാബിമാർ. അതല്ല പറയുന്നത്, മറിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ. അതിങ്ങനെ കേൾക്കുമ്പോഴേക്ക് തന്നെ അത് നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ കയറും. ഒരു ഭാഗത്ത് ഏതെങ്കിലും വാഹനം അനൗൺസ്മെന്റ് പോകുന്ന സമയത്ത് അതിലുള്ള പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേക്ക് കൈകൾ തരിക്കുന്നു. അറിയാതെ നമ്മൾ അതിലേക്ക് ലയിച്ചു പോകുന്നു. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, സംഗീതം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ ഖുർആൻ അവിടെ ഉണ്ടാവില്ല. ഖുർആൻ ഉള്ളിടത്ത് സംഗീതം ഉണ്ടാവില്ല. രണ്ടും കൂടി ഒരു ഖൽബിൽ ഒരുമിക്കൂലെന്ന്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. നമ്മൾ ഈ വിഷയത്തിൽ എന്തൊക്കെ നമ്മൾ ന്യായങ്ങൾ പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം കേട്ടോളി. ഇതിന് നിസാരമായിട്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇതൊന്നും നോക്കിയാൽ നടക്കൂല. എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലയകൂനുന്ന മിൻ ഉമ്മത്തി അഖ്വാമൻ, എന്റെ ഉമ്മത്തിൽ ഒരു കാലം കടന്നു വരും, അന്ന് ചില ആളുകൾ ഉണ്ടാകും, യസ്തഹില്ലൂന, അവർ ഹലാലാക്കും, അവർ അനുവദനീയമാക്കും, അൽ ഹിറ, വ്യഭിചാരത്തെ, വൽ ഹരീറ, പട്ടിനെ, അതേപോലെ തന്നെ വൽ ഖംറ,
മദ്യപാനത്തെ, വൽ മആസിഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ, അതൊക്കെ അനുവദനീയമാക്കുന്ന ഒരു കാലഘട്ടം വരും. ഈ ഒറ്റ ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അത് ഈ ഒറ്റ ഹദീസിനെ ഷെയ്ഖ് അൽബാനി വിശദീകരിക്കുന്നുണ്ട്. ഈ ഒറ്റ ഹദീസ് മതി 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണെന്ന് പറഞ്ഞതിന് തെളിവാണെന്ന്. ഈ ഒറ്റ ഹദീസിൽ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമായിട്ട് പറയുന്നത് സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്താണെന്നറിയോ? ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ അനുവദനീയമാക്കും, യസ്തഹില്ലൂന, അവർ ഹലാലാക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. നബി ഞാനല്ല ഹലാലാക്കിയിട്ടല്ല പറഞ്ഞേ, ഞാൻ അനുവദനീയമാക്കിയതല്ല. എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ കടന്നു വരും, അവർ അനുവദനീയമാക്കും. രണ്ടാമത്തെ എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മആസിഫിന്റെ കൂടെ എണ്ണിയത് ഏതൊക്കെയാ? സംഗീതത്തിന്റെ കൂടെ എണ്ണിയത് ഏതാ? ഒന്ന് കള്ള്, വ്യഭിചാരം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പട്ടുവസ്ത്രം. ഇത് 3 ഹറാമാണെന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകൾക്കും അറിയാം, അല്ലെ? അതിന്റെ കൂടെയാണ് മആസിഫ് എണ്ണുന്നത്. അപ്പൊ മആസിഫ് മാത്രം ഹലാലും ബാക്കിയുള്ളതൊക്കെ ഹറാമും അങ്ങനെ പറയാൻ കഴിയൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് 4 ഒരുമിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ മആസിഫുകളുടെ വിഷയത്തിൽ, വാദ്യോപകരണങ്ങളുടെ വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ നമ്മളിൽ ഉണ്ടാവണം. നമ്മളൊക്കെ ദീനി പഠിക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചില ആളുകളൊക്കെ ദീനീ ബോധം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും വളരെ ശബ്ദത്തിൽ ഇങ്ങനെ സംഗീതങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആ വീട്ടിലിങ്ങനെ ആഘോഷങ്ങളാണ്. ചില ആളുകളൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേളല്ലെങ്കിൽ അത് കല്യാണം അല്ല എന്നുള്ള ഒരവസ്ഥയിലുള്ളത്. അന്നേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ വേണ്ടേ എന്ന് പറയുന്ന, സംഗീതങ്ങളുടെ കുറച്ചൊക്കെ വേണം, കുട്ടികളുടെ ഒരു ഡാൻസ് ഒക്കെ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മളുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളി. ഒരിക്കലും ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. അഞ്ചാമത്തെ കാര്യം, വീട്ടിൽ ശ്രദ്ധിക്കേണ്ട, സമാധാനം കിട്ടേണ്ട ഒരു കാര്യമാണ് വീട്ടിൽ പ്രതിമകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രതിമകളും രൂപങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ലാ തദ്ഖുലുൽ മലായികത്ത് ബൈത്തുൻ ഫീഹി കൽബുൻ വലാ സൂറ. മലക്കുകൾ ഒരു വീട്ടിൽ പ്രവേശിക്കൂല ആ വീട്ടിൽ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ. ചിത്രങ്ങളുള്ള വീട്ടിൽ മലക്കുകളുടെ പ്രവേശനം ഉണ്ടാവില്ല. ഈ പറഞ്ഞത് ഏതെങ്കിലും മലക്കുകളുടെ വിഷയത്തിലല്ല, റഹ്മത്തിന്റെ മലക്കുകൾ. നമ്മുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കയറി ചെന്നാൽ നമ്മളിങ്ങനെ നോക്കുക. ചില കലണ്ടറുകൾ ഉണ്ട് അവിടെ. നമ്മുടെ മരണപ്പെട്ട ആരുടെയൊക്കെയോ ഫോട്ടോ, നമ്മുടെ വാപ്പയായിരിക്കാം, ഉമ്മയായിരിക്കാം, വല്യമ്മയായിരിക്കാം, അതൊക്കെ ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ആ ഷോക്കേസ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ കുറെ പ്രതിമകളുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ആരാധനയുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ജീവികളായിരിക്കാം, ഏതെങ്കിലും ജീവനുള്ള ജീവികൾ, അത് പക്ഷികളോ മറ്റുമൊക്കെ ആയിരിക്കാം. അതൊക്കെ അവിടുന്ന് മാറ്റണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. നമ്മൾ നിസാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം കണിശമായി വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. 6ാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ നായ ഉണ്ടാകാൻ പാടില്ല. ഇതേ ഹദീസാ പറയുന്നത്. മലക്കുകൾ പ്രവേശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിൽ ബൈത്തുൻ, ഏതാ ബൈത്തിന്റെ പ്രത്യേകത? ഫീഹി കൽബുൻ, അതിൽ നായുണ്ട് എന്നുള്ളത്. നായുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. ഹദീസിൽ കാണാൻ പറ്റും, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു, ജിബ്രീൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജിബ്രീലിനെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വരേണ്ട സമയമായിട്ടും ജിബ്രീലിനെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി നബി താഴേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു അവന്റെ ദൂതന്മാർ ഒരിക്കലും വാക്ക് ലംഘിക്കുന്നവരല്ല. പിന്നെ എന്താ പറ്റിയെന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോണ്ട് പ്രവാചകൻ ഇരിക്കുന്ന കട്ടിലിന്റെ ചുവട്ടിലൊരു നായക്കുട്ടി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണ് സത്യം നബി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മാറ്റി, അവിടുന്ന് ഒഴിവാക്കി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ നേരം വൈകിയത്? നിങ്ങൾ എന്നോട് സമയം പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ നേരം വൈകിയത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, മനഅനിൽ കൽബ്, ആ നായയാണ് എന്നെ തടഞ്ഞത്. അല്ലദീ കാന ഫീ ബൈതിക്, താങ്കളുടെ വീട്ടിലുള്ളതായ ആ നായ. ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, തീർച്ചയായും ഞങ്ങൾ അഥവാ മലക്കുകൾ
കൽബുള്ള വീട്ടിൽ, നായുള്ള വീട്ടിൽ പ്രവേശിക്കൂല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് അതൊരു സ്റ്റാറ്റസ് ആണ് പല ആളുകൾക്കും. മറ്റു മതക്കാരായ ആളുകൾ അവര് വെക്കുന്നുണ്ടാകും. അതിനനുസരിച്ചുകൊണ്ട് വലിയ വില കൊടുത്തുകൊണ്ട് നായ വാങ്ങിയിട്ട് അത് തന്റെ വീട്ടിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ന്യായം പറച്ചിലെന്താ? അത് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കാവൽക്കാരെ വേണ്ടേ, അതിനാവശ്യത്തിന് വേണ്ടിയിട്ടാണ്, വീടിന്റെ കാവലിന് വേണ്ടിയിട്ടാണ്. പറ്റൂല പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അനുവാദമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നായയെ വളർത്താം 3 കാര്യങ്ങൾക്ക് വേണ്ടി. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നായയെ വളർത്താൻ പാടില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, തന്റെ വീട്ടിൽ കുറെ കാലികളുണ്ടെന്ന് വിചാരിച്ചു, ആടുകളോ മാടുകളോ ഒക്കെ ആയിട്ടുള്ളത്. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നായയെ വളർത്താം, അതിനെ മറ്റു ജീവികൾ വന്ന് ആക്രമിക്കുമോ ഇല്ലയോ നോക്കിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൃഷിയുണ്ട്, ആ കൃഷി സ്ഥലത്ത് പോയി നിൽക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. ആ കൃഷി നശിപ്പിക്കാനായി വല്ല ജീവികളും വരും എങ്കിൽ അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നായനെ വളർത്താം. മൂന്നാമത്തത്, വേട്ടയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്വന്തം വീടിന്റെ കാവൽ ഇല്ല. അവിടെ അള്ളാഹിനോടാണ് നമ്മൾ കാവൽ ചോദിക്കേണ്ടത്. നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ആടുകളുണ്ട്, ഫാമുണ്ട്, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി നായനെ വളർത്താം. അവിടെയൊക്കെ കുറെ നിബന്ധനകളുണ്ട്. ഇവിടെ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ ഇസ്ലാം അനുവദിച്ചത് തന്നെ ഈ 3 വിഷയത്തിൽ മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഈ 3 വിഷയത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ സമാധാനം കിട്ടാനുള്ള കാര്യങ്ങളാണ് എന്ന നിലക്ക് തന്നെ അതിനെ കാണുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കേണ്ടതായ ചില ഹറാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ 7ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ പല ആളുകളും നിസാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ് അന്യരായ ആളുകൾ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുക എന്നുള്ളത്. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അന്യരുടെ വീട്ടിലേക്ക് നമ്മൾ കയറുന്ന സമയത്തും പാലിക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും കയറി ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വരാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ വീടിന്റെ ഉമ്മറത്തിരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരവിടെ ഇരുത്താൻ പാടുള്ളൂ. വേറെ ചില ആളുകൾ ഉണ്ടാകും, ഒരു പക്ഷേ നമ്മുടെ സിറ്റ് ഔട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കോലായിലേക്കോ ഒക്കെ കയറി വരാൻ, ഓഫീസ് റൂം വരെ വരാൻ പറ്റുന്ന ആളുകൾ. അതിനപ്പുറത്തേക്ക് റൂമിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്തേക്കോ ഒന്നും ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അതവര് മോശമായതുകൊണ്ടല്ല, ഇസ്ലാം അവിടെ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകൾ ഒറ്റക്കുള്ള ഒരു വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകൾ ഒറ്റക്കുള്ള ഒരു വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ സമയത്ത് ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരിയായിട്ടുള്ള ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അവൽ ഹമു, അല്ലാഹുവിന്റെ റസൂലേ, അത് ഹമു ആണെങ്കിലോ? ഹമു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനിയനോ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമു അൽ മൗത്ത്. അങ്ങനെ ഒരാളൊരു വീട്ടിലേക്ക്, ഒരു പെണ്ണ് ഒറ്റക്കുള്ള ഒരു വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് സമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ ആ വാചകം പറയുന്നത്. മരണത്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ എത്രയോ കുടുംബ ബന്ധങ്ങളിൽ അവിഹിതങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഈ വാചകം പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഒരു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ആ ഭർത്താവിന്റെ അനിയനോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരനോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ ആ സ്ത്രീ ഒറ്റക്കാണെങ്കിലും ആരൊന്നും പറയൂല. എന്താ കാരണം? അയാളുടെ കുടുംബമാണ്, അവളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. പക്ഷേ അങ്ങനെ കയറി ചെന്ന പല ആളുകളും
പിന്നീട് അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയി എന്നുള്ളത് സത്യമാണെങ്കിൽ, ഇന്നും പല ആളുകളും പറയാൻ മടിക്കുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഏതോ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവിടെയാണ് ഇസ്ലാം പറഞ്ഞത് നമ്മളൊരു പരിധി വെക്കണം. വീട്ടിലൊരു പരിധി ഉണ്ടാവണം. എവിടെ കയറണം അത് ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന ആളുകൾ വരുമ്പോ ഇവിടെ നിർത്തിയാൽ മതി. നമുക്ക് പറയണം, ഒരു തവണയെ പറയേണ്ടി വരൂ, ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് ബോധ്യപ്പെടുന്നത്. നമ്മളിങ്ങനെ എല്ലാവരെയും റൂമിന്റെ ഭാഗത്തേക്കും കിടപ്പറയിലേക്കും അടുക്കളയിലേക്കും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, നമ്മളില്ലാത്ത സമയത്തും അവരിങ്ങനെ ചിലപ്പോൾ സലാം പോലും പറയാതെ ഇങ്ങനെ കയറി ചെല്ലുമ്പോ, ഒരു പക്ഷേ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ സഹോദരിയോ നല്ല വസ്ത്രം ധരിക്കാതെ വീട്ടിലിങ്ങനെ സർവ്വസാധാരണമായിട്ട് എടുക്കുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കും വീട്ടിലിരിക്കുന്നത്. അത് അവർക്ക് പ്രയാസകരമാകും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മുടെ നന്മക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ വീടിന്റെ സമാധാനം നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ഒക്കെ ഏറ്റവും സന്തോഷവും സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു മാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.